ലൈവ് എങ്ങനെ ചെയ്യാം? ഈ SK എന്ന ആപ്ലിക്കേഷൻ, SK എന്ന് പറയുന്നത് സ്ട്രിംഗർ എന്ന ആപ്ലിക്കേഷൻ എങ്ങനെ ലൈവ് ചെയ്യാം? അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ്? 3, എല്ലാ മാസവും എത്രാം തീയതി അതിൻ്റെ വരുമാനം കിട്ടും? ഇത്രയും കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ലൈവ് ചെയ്യുന്നതിന് മുമ്പ്, ഈ ലൈവ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, ഒരാളുടെ ID ക്രിയേറ്റ് ചെയ്ത് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഇങ്ങനൊരു മൈക്ക് വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഏജൻസി, ഇപ്പം ഇതെൻ്റെ ഒരു ഏജൻസിയാണ്, എൻ്റെ ഏജൻസിയുടെ നമ്പറാണ് 14413. അപ്പോൾ ഇവിടെ ലൈവ് എൻ്റെ ഏജൻസിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു മൈക്ക് വന്നു കഴിഞ്ഞാൽ, ആദ്യത്തെ പ്രൊസീജിയർ ജസ്റ്റ് ഏണിങ്ങിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഏണിങ് ഓപ്പൺ ആക്കി കാണിക്കാം. ഏണിങ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ലൈവ് ഇടുമ്പോൾ ഇവിടെ മണിക്കൂർ വരും. ഒരു മണിക്കൂർ ചെയ്യുമ്പോൾ തൊട്ടിപ്പുറത്ത് ഇവിടെ ഒരു ദിവസം കയറും. ഒരു ദിവസവും ഒരു മണിക്കൂറും ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മണിക്കൂർ ചെയ്താൽ ഒരു ദിവസം ഇവിടെ വന്ന് കയറും. ഇവിടെ കിട്ടുന്ന ഗിഫ്റ്റ്, നമുക്ക് ആരെങ്കിലും സെൻഡ് ചെയ്ത് തരുന്ന ഗിഫ്റ്റാണ് ഇവിടെ വരുന്നത്. ഈ 3 അതായത് ആക്ച്വൽ ഏണിങ്ങും ലൈവ് ഡ്യൂറേഷനും വാലിഡിറ്റിയും, അതായത് അതിൻ്റെ ഒരു ഇത് വെച്ചുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 5 ലക്ഷമാണ് ഗിഫ്റ്റ് കിട്ടിയെങ്കിൽ 40 മണിക്കൂർ ഇവിടെ കഴിയുകയും 15 ദിവസം കഴിഞ്ഞാൽ ഇവിടെ എസ്റ്റിമേറ്റ് സാലറി ആയിട്ട് കമ്പനി കൊടുക്കുന്നത് 5 ലക്ഷം എക്സ്ട്രയാണ്. 5 ലക്ഷം ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ 5 ലക്ഷം അതിൻ്റെ ബോണസും കിട്ടും. പകരം ആക്ച്വൽ ഏണിങ്ങിൽ ഒരു 10 ലക്ഷം ചെയ്യുന്നു. വീഡിയോ ലൈവ് ഡ്യൂറേഷൻ 40 മണിക്കൂറും ലൈവ് വാലിഡിറ്റി 15 ദിവസവും കഴിഞ്ഞിട്ട് ആണെങ്കിൽ ഇവിടെ 10 ലക്ഷമാണെങ്കിൽ ആക്ച്വൽ ബേസിക് സാലറി ഇവിടെ 10 ലക്ഷം വരികയും ബോണസും അതിൻ്റെ കൂടെ കിട്ടും. അതിൻ്റെ സ്ഥാനത്ത് 20 ലക്ഷമാണെങ്കിൽ, ആക്ച്വൽ ഏണിങ് 20 ലക്ഷമാണ് എടുക്കുന്നതെങ്കിൽ, വീഡിയോ ലൈവ് ഡ്യൂറേഷൻ 40 മണിക്കൂർ, വാലിഡിറ്റി 15 ദിവസം. 15 ദിവസം 40 മണിക്കൂർ മസ്റ്റാണ്. ആണെങ്കിൽ ഇവിടെ എസ്റ്റിമേറ്റഡ് ബേസിക് സാലറി 20 ലക്ഷം വരും. 20, 40 അതിൻ്റെ ബോണസാണ് വരുന്നത്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി കാണിക്കാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മൾ എടുക്കേണ്ട വിവരങ്ങൾ, അതായത് ആ ഒരു എസ്റ്റിമേറ്റ് ബേസിക് സാലറിയുടെ ആ പോർഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏണിങ് 2 ലക്ഷം മുതൽ ഏൺ ചെയ്യാം. ലൈവ് സ്ട്രീം 40 മണിക്കൂർ ചെയ്യണം. വാലിഡ് ഡേറ്റ് 15 ദിവസം ചെയ്യണം. 1 മണിക്കൂർ വെച്ച് ചെയ്താലേ ഈ 15 ദിവസം കംപ്ലീറ്റ് ആവുള്ളൂ. 15 ദിവസം ഓരോ മണിക്കൂർ, അങ്ങനെ മിനിമം 40 മണിക്കൂർ. അത് എപ്പം വേണം. ഇപ്പം ഇന്ന് രാവിലെ 1 മണിക്കൂറിട്ട് ഒരു ദിവസം കയറ്റി കഴിഞ്ഞാൽ നമുക്ക് 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ആയിട്ടിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ഞാൻ ഇതിനകത്ത് ലൈവ് ചെയ്യുന്ന ഒരു വ്യക്തി ലൈവ് ചെയ്യുന്നത് കാണിച്ചു തരികയാണ് ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നെ ചോദിച്ചാൽ, ഞാൻ സംസാരിക്കുന്ന അവിടെ കേൾക്കത്തില്ല, അവരുടെ സംസാരം മാത്രമേ കേൾക്കുകയുള്ളൂ. അപ്പം അത് ഓർക്കുക, എൻ്റെ സംസാരം അതിനകത്ത് വരത്തില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. नहीं, मेरे को ना आपके बारे में ऐसा लिख रहा था, मेरे को बहुत एंजाइटी हो रहा था फेस से, इसलिए मैं सोचा यार आपको लिख देता हूँ। नहीं, ऐसा कुछ भी नहीं है। ब्रॉड पे गया था, ऐसे पहले एक 10 का रिचार्ज लिया था। आज का बात नहीं बोला, मतलब आजकल जाते हो ऐसा बोला नहीं, वो तो मैं भी बोल रहा हूँ कि मैं स्क्रॉल करके काफी सारे ब्रॉड पे गया, ऐसा नहीं कि ഇവിടെ ഒരു പെൺകുട്ടി ലൈവ് ചെയ്യുന്ന കണ്ടല്ലോ. ആ പെൺകുട്ടി ലൈവ് ചെയ്യുന്ന അതേ സിസ്റ്റം. അവരവിടെ ലൈവ് ഇരുന്ന് അവരുടെ ഫ്രണ്ട്സ് 2 പേര് കയറിയിരിക്കുക, അത്രയേ ഉള്ളൂ അതിനകത്ത്. അത് ഓപ്പൺ ആക്കിയാൽ മാത്രമേ അതിനകത്ത് കയറിയിരിക്കാൻ പറ്റുള്ളൂ. മറ്റൊരു ലൈവും കൂടി കാണിച്ചു തരാം. देखिए मैंने पहले ही बोल दिया था, ठीक है, तुम लोग ये मत बोलना कि मैंने बोला नहीं था।
ഇപ്പം കയറിയ പെൺകുട്ടിയുടെ ലൈവിൽ ആരും കയറിയിരിക്കുന്നില്ല. അപ്പം അവരവിടെ ഇരുന്ന് എല്ലാവരും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു. മോളിൽ വരുന്നവർ അവിടെ ടൈപ്പ് ചെയ്തിട്ടുന്നു. അതാണ് അവിടുത്തെ ക്രൈറ്റീരിയ നടക്കുന്നത്. അതായത് നമ്മൾ ഇങ്ങനെയാണ് ലൈവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് പുതിയതായിട്ട് ഒരാൾ വരുന്ന ആൾക്കാരെ ഈ പേജിൽ വരുന്നില്ല. അതായത് പോപ്പുലർ എന്ന പേജിൽ എത്തത്തില്ല. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നത് അവർക്കുള്ള പേജാണ് ഇത് ഈ കാണുന്ന ഫ്രഷേഴ്സ്. അവർ ലൈവ് ഇട്ടാൽ അവിടെ തന്നെ ഫ്രഷേഴ്സിൽ പറഞ്ഞൊന്നുമില്ല. പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ലൈവ് ഇട്ട് അവർക്ക് മിനിമം ഒരു ദിവസം 10 കോയിൻസെങ്കിലും കിട്ടിയാൽ മാത്രമേ അവർ ഈ ഒരു പേജിൽ റീച്ച് ആവുള്ളൂ. അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ ഈ പേജ് എടുത്ത് കാണിക്കുകയുള്ളൂ. അത് ഒരു മാസത്തേക്ക് അവരുടെ ഫ്രഷേഴ്സ് എന്നുള്ള പേജിൽ അവർ വരികയും പിന്നീട് അവർ പോപ്പുലർ ഒരു മാസം കഴിഞ്ഞ് അവരൊരു അപ്പായെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ പോപ്പുലർ ലെവലിലേക്ക് കമ്പനി മാറ്റുള്ളൂ. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പോട്ട് ലൈറ്റാണ്. നമുക്ക് നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഇതിനകത്തൊരു ഫോമുണ്ട്. അത് പൂരിപ്പിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ സെപ്പറേറ്റ് ഒരു ലൈവ് തരും. ആ ലൈവിന് അഡീഷണൽ ആ ശമ്പളം. ഒരു മാസം ഒരു 4-5 ലൈവ് തരും. അതിനൊരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് ഒന്നിച്ച് തരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് ലൈവ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഒഫീഷ്യൽ പീക്കേഴ്സ്. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് ഇതിനകത്ത് നമുക്ക് ഷോർട്ട് വീഡിയോസ് ഇടാം. ഷോർട്ട് വീഡിയോസ് അപ്രൂവൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സ്റ്റാറ്റസ് വീഡിയോസ് ഇടാം. ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് ഹാഷ്ടാഗ് ഇട്ട് ഇതിനെല്ലാം പേയ്മെൻ്റ് ഉണ്ട് ഈ ആപ്ലിക്കേഷനിൽ. കഴിയുന്നതും ഇൻബോക്സിൽ വരുന്ന മെസ്സേജുകൾ ആരും വായിക്കാൻ പോകരുത്. കാരണം അതിനകത്ത് പലരും പല മെസ്സേജ് ഇടും. നമ്മളതിനെ കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകണം. ഇതാണ് ലൈവ് സ്ട്രീമിങ്ങിൻ്റെ ഒരു അപ്രോക്സിമേറ്റ്ലിയുള്ള കാര്യം ഞാൻ പറയാനുള്ളത്. ബേസിക്കലി ഈ ആപ്ലിക്കേഷൻ ജോയിൻ ചെയ്യാൻ നിങ്ങളാകെ ചെയ്യേണ്ടത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനുണ്ട് വാട്സപ്പ് ചാനലിൻ്റെ നമ്പർ, അല്ലെ ഫോൺ നമ്പർ, അതുമല്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള മറ്റുള്ള വിവരങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനുണ്ട്. അത് നോക്കി നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ആ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും.